ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6 മണിയായി. 6 മണിക്ക് എന്താ കണ്ണട വെച്ചിരിക്കണ മനസ്സിൽ ചോദിക്കരുത്. രാവിലെ ആയതുകൊണ്ടാണ്. ആ ഉറക്കമത്തോട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് അലൈൻ വരെ പോവാണ്. ഗ്രീൻ പോയിൻ്റ് എന്നൊരു കൺസൾട്ടൻസീനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ UAE ഡ്രൈവിംഗ് ലൈസൻസ് എളുപ്പത്തിൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും എന്ന് നമ്മൾ റീൽസിലൊക്കെ നമ്മളെല്ലാവരും കാണാറുണ്ടല്ലോ. അതേപോലെ കണ്ടിട്ട് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ ലൈസൻസിന് വേണ്ടിയിട്ടൊരു ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെ അറിയാം. എല്ലാവരും റീൽസ് മാതിരി കണ്ടിട്ടാണ് എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഹോൾ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ എന്നോട് ഒരു 11:30 ഉള്ളിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര രാവിലെ എണീച്ച് പോകുന്നത്. നമുക്ക് ബസ്സിലൊരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട്, യാത്ര ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ആദ്യം ബസ് കയറി മെട്രോയിൽ ഇറങ്ങി, മെട്രോയിൽ നിന്ന് സ്റ്റേഡിയം മെട്രോയിൽ നിന്ന് ഗുബൈബ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി അവിടെ നിന്നാണ് നമുക്ക് അലൈനിലോട്ടുള്ള ബസ്സുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ അലൈനിലെത്തിയേക്കാണ്. ഒരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ നിന്ന് തന്നെ അവരുടെ ആ കൺസൾട്ടൻസിയുടെ ടീം നമ്മളെ പിക്ക് ചെയ്യാനും അതുപോലെ തന്നെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാനുമായിട്ട് നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് അവരുടെ ആളെ വന്ന് പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു ഐ ടെസ്റ്റിന് വേണ്ടിയിട്ടൊരു മാളൊക്കെ കൊടുക്കുന്നതൊക്കെയാണ്. നമ്മൾ ഐ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ ഓഫീസിൽ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാം. നമുക്കിപ്പോൾ ഓൾറെഡി എനിക്കൊരു GCC ലൈസൻസ് ഉണ്ട്, ഒമാൻ ലൈസൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ഈ ലൈസൻസിൻ്റെ പ്രോസസ്സിങ് ഉണ്ടാവുക? നമുക്ക് അബുദാബി അലൈനില് ഈ 2 എമിറേറ്റ്സിലാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. GCC ലൈസൻസ് ഉള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ GCC ലൈസൻസ് അതുപോലെ തന്നെ നിങ്ങൾ ഐ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യാം, ടെസ്റ്റ് കൊടുക്കാം. തിയറി ക്ലാസ്, സിമുലേറ്റർ ക്ലാസ്, അതുപോലെ തന്നെ നമുക്ക് റോഡ് ട്രെയിനിങ് ക്ലാസ് ഒന്നും വേണ്ട, ഡയറക്റ്റ് റോഡ് ടെസ്റ്റ് ആണ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് നമുക്ക് ടോട്ടൽ എമൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 1500 ഉള്ളിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലൈസൻസ് കൈ കിട്ടുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് കൊടുക്കുന്ന ഗോൾഡൻ ടെസ്റ്റും ഗോൾഡൻ ചാൻസും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. ഗോൾഡൻ ചാൻസ് ആകുമ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അറൗണ്ട് ഒരു 3000 ബിലോ വരും. ഓക്കെ, ബട്ട് GCC വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1500 ബിലോ വരുള്ളൂ. പിന്നെ ക്ലാസ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഗോൾഡൻ ചാൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി ക്ലാസ്, സിമുലേറ്റർ ക്ലാസ്, അതുപോലെ തന്നെ തിയറി ടെസ്റ്റ്, ഇതുപോലെ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് GCC ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ റോഡ് ടെസ്റ്റ് ആണ്. തിയറി ക്ലാസ് ഇല്ല, സിമുലേറ്റർ ക്ലാസ് ഇല്ല, തിയറി ടെസ്റ്റ് ഇല്ല, നേരെ നമുക്ക് റോഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അതിന് വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. അതെ. അപ്പോൾ നമ്മുടെ ഐ ടെസ്റ്റും പിന്നെയുള്ള പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് എങ്ങോട്ടാണ്? നമ്മൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഓക്കെ, അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈസൻസ് വെരിഫിക്കേഷൻ വാങ്ങണം. കാരണം ഒരുപാട് പേര് ഇവിടെ ഈ ഒമാൻ ലൈസൻസും ഖത്തർ ലൈസൻസും ഒക്കെ ഫേക്ക് ആക്കിയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടെ നമ്മുടെ ലൈസൻസ് സബ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു വെരിഫിക്കേഷൻ ലെറ്റർ വരും. ആ ലെറ്റർ വെച്ചിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേനും ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വന്നു. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു, റിന്യൂ ആയിട്ടുണ്ടെന്നുള്ള കാര്യം മെസ്സേജ് വന്നു. പേടിക്കാനില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ കുറേ പേര് ഇതേപോലെ ഫേക്ക് ലൈസൻസ് വെച്ചിട്ട് ഇങ്ങനെ നേരെ ടെസ്റ്റിന് വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്പോട്ടിൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് പ്രൊസീജിയർ പേപ്പർ സബ്മിഷനും കാര്യങ്ങളൊന്നും അല്ലാണ്ട് 2 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു. ടോട്ടൽ 6 മണിക്കൂർ ക്ലാസ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പോൾ 2 മണിക്കൂർ ക്ലാസ് നിർത്തും. ഇനി ഒരു 4 മണിക്കൂർ ബാക്കിയുണ്ട്. എനിക്ക് പിന്നെ അതായത് GCC ലൈസൻസ് ഹോൾഡേഴ്സിന് ഡയറക്റ്റ് റോഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ പാർക്കിങ്ങോ സിമുലേറ്ററോ ഒന്നും തന്നെ ഇല്ല. നേരെ റോഡ് ടെസ്റ്റാണ്. പിന്നെ അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂർ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞൊന്നും ഞാൻ തിരിച്ച് ദുബായ് പോകാൻ നിൽക്കുകയാണ്, വീട്ടിൽ പോവാണ്. ഇനി
ഞാൻ 4 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടിയിട്ട് വരണം. അത് ടെസ്റ്റിൻ്റെ അന്ന് 4 മണിക്കൂറോ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ അന്ന് 2 മണിക്കൂറും പിന്നെ അതിന് മുന്നേ 1 മണിക്കൂറോ അത് അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുക്കിംഗ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ട്രെയിനറെ കിട്ടണം, കാർ ഡ്രൈവേഴ്സിനെ കിട്ടണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം. ഹലോ ഗായ്സ്, ദിസ് ഈസ് സെക്കൻഡ് ഡേ ഇൻ അലൈൻ ഫോർ ലൈസൻസ്. അപ്പോൾ അങ്ങനെ 2ാമത്തെ ദിവസം വന്നേക്കാണ്. ഇത് ക്ലാസ്സാണ്, നമുക്കൊരു 4 മണിക്കൂർ ക്ലാസ് ബാക്കിയുണ്ടല്ലോ, അതിന് വേണ്ടി വന്നതാണ്. ആക്ച്വലി ക്ലാസ് കഴിഞ്ഞു, രാവിലെ ഇരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി തുടങ്ങി. രാവിലെ ഒരു 10:30 തൊട്ടിട്ട് ഏകദേശം 1:30 വരെ നമുക്ക് പ്രാക്ടീസ് ആയിരുന്നു. ഇനി എക്സ്ട്രാ ആയിട്ട് നാളെയാണ് ടെസ്റ്റ് ബൈ ദ വേ. അപ്പോൾ നാളെ ടെസ്റ്റിന് മുന്നേ ഒരു 1 അവറും കൂടി നമുക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് 1 അവർ കൂടി പ്രാക്ടീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ടെസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടി ഒരു കോൺഫിഡൻസും പിന്നെ ആ റോഡൊന്ന് പരിചയമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടെസ്റ്റ് നടക്കുന്ന റോഡിൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രാക്ടീസിനും കൊണ്ടുവരിക. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞു, ഇനി നാളെ ടെസ്റ്റിന് വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ബൈ. ഹലോ ഗൈസ്, അൽഹംദുലില്ലാ പാസ്സായി. ഐ എം സോ ഹാപ്പി. ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ പാസ്സായി. റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ലൈസൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് നമ്മളിനി ഒരു പേയ്മെൻറ്റ് ചെയ്യാണ്ട് ഒരു 320 ദിർഹം നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് അവർ ഓൺലൈൻ ത്രൂ ഇഷ്യൂ ചെയ്തിട്ട് ഒരു 3 വർക്കിംഗ് ഡേയ്സ് ഉള്ളിൽ നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഡയറക്റ്റ് അബുദാബി പോലീസിന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് 300 ദിർഹം കൊടുത്താൽ മതി. ഈ 320 കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൺസൾട്ടൻസി ത്രൂ ആയതുകൊണ്ട് നമ്മുടെ കൺസൾട്ടൻസി എടുത്തു പറയണം. നമ്മുടെ കൺസൾട്ടൻസി ഗ്രീൻ പോയിൻ്റ് അവർ നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രോസസ്സിലും നമ്മുടെ കൂടെ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും എപ്പോഴും അവർ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ടാണ് അവർ ഫോൺ കട്ട് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ അവസാനിപ്പിക്കാറുള്ളൂ. അപ്പോൾ താങ്ക്സ് ഗ്രീൻ പോയിൻ്റ്, പ്രത്യേകിച്ച് അനസ് ബ്രോ ആൻഡ് അജ്മൽ ബ്രോ, അവരൊക്കെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ പ്രോസസ്സിലും. അപ്പോൾ അവർക്ക് തന്നെ നമ്മൾ ഈ 320 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളും ഇഷ്യൂയിങ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ റൂമിലേക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ ലൈസൻസ് അയക്കുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈസൻസ് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ അൽഹംദുലില്ലാ ഹാപ്പിയാണ്. ബൈ ദ വേ നമ്മുടെ ഒമാൻ ലൈസൻസ് നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്തേണ്ടി വന്നു. നമുക്ക് തിരിച്ചു തന്നിട്ടില്ല. തിരിച്ച് തരുമായിരുന്നു ഇഫ് ഐ ഹാവ് ഒമാൻ റെസിഡൻസ് ID കാർഡ് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കാണിച്ചു കൊടുത്താൽ അത് തിരിച്ചു തരുമായിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞത് അവർക്കത് വേണം. അവരൊരു 15 ഡേയ്സിന് കഴിഞ്ഞിട്ട് അവരത് തിരിച്ച് ഒമാനിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ ID ഉണ്ടെങ്കിൽ ആ ID സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ മേടിക്കാം. ഇനി അതല്ല വേറെ ഓപ്ഷൻ ഉള്ളത്, ഇവരതിന് ഒമാനിക്ക് അയച്ചിട്ട് നമുക്ക് ഒമാനിൽ പോയി മേടിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വല്ല കോപ്പിയോ അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഇഷ്യൂ ചെയ്ത് തരുന്നതാണ് ഇൻഫർമേഷൻ. എന്തോ പേയ്മെൻറ്റ് തോന്നുന്നു 10 to 20 റിയാലോളം പേയ്മെൻറ്റ് ഉണ്ടായിരിക്കാം, നോട്ട് ഷുവർ. അപ്പോൾ അത് അങ്ങനെ പോയി കളക്ട് ചെയ്യാം. നമുക്ക് കാർഡ് കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ PDF ഫയൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒമാൻ ലൈസൻസ് 2026 ഡിസംബർ വരെ വാലിഡാണ്. ഓക്കെ, സോ 1 കൊല്ലം ഇനിയുണ്ട്, 1.5 കൊല്ലം ഇനിയുണ്ട്. അപ്പോൾ PDF നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് കാർഡായിട്ട് ഫിസിക്കൽ ലൈസൻസ് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒമാൻ ROP പോയിട്ട് അവിടെ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡും കിട്ടും. പാസീവ് നൗ ഇപ്പോൾ നമുക്ക് തിരിച്ചു തരില്ല, നമ്മളവിടെ സബ്മിറ്റ് ചെയ്തിരിക്കും. കാരണം ആ ഒരു ലൈസൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ലൈസൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയത്. ഡയറക്റ്റ് റോഡ് ടെസ്റ്റ് മാത്രം കിട്ടിയത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ലൈസൻസ് വരുമ്പോൾ കാണാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അങ്ങനെ ലൈസൻസ് കിട്ടി ഗൈസ്. അവർ കൊറിയർ അയച്ചു തന്നു. വിത്തിൻ 4 to 5 ഡേയ്സിൽ തന്നെ നമുക്ക് കൊറിയർ കിട്ടി. അങ്ങനെ വേറൊരു GCC ലൈസൻസ് കൂടി കയ്യിലായി, ഒമാനും UAE. അപ്പോൾ ഗൈസ് എനിക്കപ്പോൾ ടോട്ടല് ഒരു 2000 അടുത്ത് കറക്റ്റ് ചിലവായിട്ടുണ്ട്. നമ്മൾ ആ കൺസൾട്ടൻസിക്ക് ഗ്രീൻ പോയിൻ്റ് കൺസൾട്ടൻസിക്ക് 1500 രൂപ കൊടുത്തതിന് പുറമെ
നമ്മൾ 100 നമ്മൾ ഐ ടെസ്റ്റിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈസൻസ് പാസ്സായിട്ട് നമ്മളൊരു 300 രൂപ ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അത് ഇഷ്യൂ ചെയ്ത് നമുക്ക് PDF ഫയൽ നമുക്ക് അന്ന് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അവർ കൊറിയർ അയക്കേണ്ട സമയമാണ് എത്ര സമയം എടുത്തത്. അപ്പോൾ അതിന് അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ നമ്മളൊരു 300 ദിർഹംസ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ അലൈൻ ടു ദുബായ് ടു അലൈൻ യാത്രയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത്ര എമൗണ്ട് പറഞ്ഞത്. നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ 30 ദിർഹംസാണ് നോൾ കാർഡിൽ ചാർജ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം 30, ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുമ്പോൾ 60 ആവും. പിന്നെ 60, 120. ഞാനൊരു 60 ആക്ച്വലി അവിടെ സേവ് ചെയ്തു. ഞാൻ ഇക്കാടെ കൂടെ അവിടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദറിൻ്റെ കൂടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ബസ് റൈഡ് സേവ് ചെയ്തു എന്ന് മാത്രം, 1 ഡേ. അപ്പോൾ ടോട്ടലി എനിക്ക് ഒരു 2000 ഒരു റേഞ്ചിലാണ് എനിക്ക് വന്നത്. എന്നാലും നമുക്ക് ലാഭമാണ്. നമ്മൾ ബാക്കിയുള്ള എമിറേറ്റിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്ര റേറ്റ് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ബഡ്ജറ്റാണ്. ആൻഡ് താങ്ക്സ് ടു ഗ്രീൻ പോയിൻറ്റ് വൺസ് അഗെയിൻ. അവർ നന്നായിട്ട് നമ്മൾ ഗൈഡ് ചെയ്തു, നന്നായിട്ട് തന്നെ ഓരോ സ്റ്റെപ്പും നമുക്ക് പറഞ്ഞ് ക്ലിയറാക്കി തന്നിട്ടാണ് ചെയ്യുന്നതും നമുക്ക് കാണിച്ചു തരുന്നതും. ഇന്ന സ്റ്റെപ്പ് ചെയ്തു, ഇത്ര പൈസ, 1500 ഏതിനൊക്കെയാണ് എന്നുള്ളത്, അവരെ ചാർജ് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ GCC ലൈസൻസ് ഹോൾഡ് ചെയ്തിട്ട് UAE ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഗോൾഡൻ ചാൻസിന് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് അലൈനുള്ള ഗ്രീൻ പോയിൻറ്റ് സർവീസസിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ അടുത്തേക്ക് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.